ഹലോ ഗെയ്സ്. എറണാകുളം തൃപ്പൂണിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ഹിൽ പാലസ് എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി ആറാൻ ഫാലിമി. 54 ഏക്കറിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് 1865-ലാണ്. 1980 ഈ രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. ഒട്ടനവധി സിനിമകളിലൂടെ ഈ കൊട്ടാരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയെങ്കിലും മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ് ഏവർക്കും പ്രിയങ്കരമായത്. ഈ കാണുന്ന ക്ലോക്ക് റൂമിൽ ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷം മാത്രമേ പാലസിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവൂ. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് 2100 രൂപയും ഫോട്ടോ എടുക്കുന്നതിന് 20 രൂപയാണ് നിരക്ക്. പക്ഷേ ടിക്കറ്റ് എടുത്താലും കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുമതിയില്ല. ഫോട്ടോസിന് മാത്രമാണ് അനുമതി. പഴമ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കൊട്ടാരവും കാഴ്ചകളും വേറൊരു ഫീൽ നൽകും. ഒട്ടനവധി പേരാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനെ കൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത്. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കോണിപ്പടികളിലൂടെ വേണം മുകളിലേക്ക് കയറി വരാൻ. ഇവിടെ വിരിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം പഴയ ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസവുമാണ്. കൊച്ചി രാജാവിൻ്റെ സിംഹാസനം എല്ലാവരെയും ആകർഷിക്കുന്നു. കരിവീട്ടിയും വെള്ളിയും വെച്ചാണ് ഈ സിംഹാസനം നിർമ്മിച്ചിരിക്കുന്നത്. സിംഹാസനത്തിനോട് ചേർന്ന് തന്നെയാണ് രാജസദസ്സ്. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാതിലുകളും ചുമരിലെ ചിത്രപ്പണിയോട് കൂടിയ ടൈലുകളും എല്ലാവരെയും ആകർഷിക്കുന്നു. കൊച്ചി എന്ന പേര് വന്ന വഴിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ആനയുടെ പ്രതിമ ഇരിപ്പുണ്ട്. ഈട്ടിത്തടിയിൽ കടഞ്ഞെടുത്തതാണ് ആ പ്രതിമ. കേരള പുരാവസ്തു വകുപ്പ് പരിപാലിക്കുന്ന 18 ഗ്യാലറികളാണ് ഈ ഹിൽ പാലസ് മ്യൂസിയത്തിനുള്ളിലുള്ളത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നടന്ന് മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച, പണ്ട് രാജകാലഘട്ടത്തിൽ രാജാക്കന്മാർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണിത്. ഇതെല്ലാം ബ്രിട്ടീഷുകാർ രാജാവിന് സമ്മാനിച്ചതാണ്. ഇതിൻ്റെ ചക്രങ്ങളെല്ലാം റബ്ബറിലല്ല ലെതറിലാണ് ചെയ്തിരിക്കുന്നത്. രാജാക്കന്മാരെല്ലാം ഈ വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്നത് കുതിരയെ കൊണ്ട് വലിപ്പിച്ച് നീക്കിയായിരുന്നു. ബ്രിട്ടീഷുകാർ വാഹനങ്ങൾ നൽകുന്നതിന് മുമ്പ് ഈ പല്ലക്കുകളിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഇവിടുത്തെ പടവുകൾ ഇറങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് ചെന്നിറങ്ങുന്നത് ആ കുളത്തിനരികിലാണ്. അത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. മണിച്ചിത്രത്താഴ് സിനിമയിലെല്ലാം നമ്മൾ ഈ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്ത് മനോഹരമായിട്ട് നല്ല രീതിയിൽ ആ പഴമ ഇപ്പോഴും നിലനിർത്തുന്നു. നടുമുറ്റവും ആ തുളസിത്തറയെല്ലാം ആ വീടിന് പഴമയേറുന്നു. ഇവിടുന്ന് ആ സൈഡിലൂടെ നടന്നാൽ നമ്മൾ ചെന്നെത്തുന്നത് ആ കുളത്തിൻ്റെ മുകൾ നിരപ്പിലാണ്. അവിടെ നിന്നുകൊണ്ട് കാണാൻ എന്ത് രസമാണെന്ന്. ആ കാഴ്ചകളും ആ പച്ചപ്പും എല്ലാം കണ്ട് അതിലൂടെ ആ പടവുകൾ ഇറങ്ങി ആ കുളത്തിലേക്ക് വന്നിറങ്ങുന്ന ആ ഒരു കാഴ്ച എന്ത് മനോഹരമാണെന്ന്. വന്ന വഴിയിലൂടെ ആ പടവുകൾ കയറി നമുക്ക് വെളിയിലേക്ക് നടക്കാം. അപ്പോഴതാ ഒരു മിനി സൂം കാണാം. അതിലൂടെ നടക്കുമ്പോൾ 100ഓളം ആനകളെയും 100ഓളം മ്ലാവുകളെയും നമുക്ക് കാണാൻ കഴിയും. ആ വലിയ ഗ്രൗണ്ടിലെ ചെറിയ സൂം കണ്ട് നമുക്ക് തിരികെ മടങ്ങാം. ബൈ ബൈ, സീ യു.